വീണ്ടും ഞാൻ എൻ്റെ ഓർക്കിഡിൻ്റെ ചുവട്ടി വന്നിരിക്കുന്നു. നല്ല മണമുള്ള ഓർക്കിഡാണ് കേട്ടോ. ഇത് മഴ ഇല്ലാത്ത സമയത്ത് ഇതിൻ്റെ അടുത്ത് വന്നാൽ നല്ല മണം സുഗന്ധമുണ്ട്. അപ്പോൾ ഈ ഓർക്കിഡയിലെ പൂക്കളൊക്കെ കൂടുതൽ വിരിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു സംശയം തീർക്കാൻ വേണ്ടിയിട്ടും എൻ്റെ മരവാഴ അല്ല അണ്ണാമാല അല്ല ഫോക്സ് ടെയിൽ ഈ പേരിലൊക്കെ അറിയപ്പെടുന്ന ഈ പൂക്കളെ നിങ്ങളെ ഒന്നും കൂടെ കാണിച്ചെന്നേ ഉള്ളൂ. ഇതുപോലെ ഇപ്പോൾ ഓരോ പൂവിൻ്റെ താഴെ നിൽക്കുമ്പം നമുക്കൊരു ഭയങ്കര സന്തോഷം തോന്നില്ലേ, അതൊന്നും കൂടെ ഒന്ന് പങ്കുവയ്ക്കുകയാണ്. ഓർക്കിഡിനെ പറ്റി ഞാൻ ചെയ്യുന്നൊരു 4ാമത്തെ വീഡിയോ മറ്റോ കേട്ടോ ഇത്. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇത് മരവാഴ അണ്ണാൻമാല എന്നൊക്കെ പറഞ്ഞത്. കാരണം മരവാഴ അണ്ണാൻമാല എന്നൊക്കെ പറഞ്ഞ് ഞാൻ കഴിഞ്ഞ വർഷവും ഈ പൂവ് ഉണ്ടായപ്പോൾ നിങ്ങളെ കാണിച്ചിരുന്നു. അപ്പം ഈ വർഷം ഇപ്പം ആദ്യത്തെ എൻ്റെ വീഡിയോകൾ കണ്ടിട്ടുള്ളവർക്കറിയാം ഉറപ്പായിട്ടും ഇതെന്താണെന്ന്. ആ ഒരു വിചാരത്തിലായിരുന്നു ഞാൻ എൻ്റെ അണ്ണാൻമാല അല്ലെ മരവാഴ പൂത്തുന്ന് പറഞ്ഞത്. അണ്ണാൻവാല അല്ലെങ്കിൽ മരവാഴയുടെ പൂക്കൾ വിടർന്നുകൊണ്ടിരിക്കുക കണ്ടോ. കഴിഞ്ഞ ദിവസത്തേനേക്കാൾ നല്ല സുന്ദരമായിട്ടുണ്ട്. ഇതിൻ്റെ ഒരു നല്ല മണവും ഉണ്ട് കേട്ടോ. നമുക്ക് ഒരു പരിചരണവും ഇല്ലാതെ വളർത്താൻ പറ്റിയൊരു ഓർക്കിഡാണിത്. ഈ ഓർക്കിഡുകൾ ഒത്തിരി തരമുണ്ട്. നമ്മൾ കെയറിങ് കൊടുക്കേണ്ടാത്തത് കൊണ്ട് തന്നെ വളരുന്ന ഉണ്ണീശപ്പൂവെന്നും ഒക്കെ പറഞ്ഞ് നമ്മുടെ തേക്കയിലും അല്ല അതുപോലെയുള്ള മരത്തിലുമൊക്കെ ഉള്ളത്. പരിചരണം ആവശ്യമില്ലാത്ത ഓർക്കിഡുകൾ എന്നും പറഞ്ഞ് ഞാൻ ഒരു 6-7 ഓർക്കിഡുകളെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പൂവില്ലാത്ത അണ്ണാൻമാല ഞാൻ കാണിച്ചിരുന്നു. അണ്ണാൻമാല അല്ലെ മരവാഴ ഇതിനെ ഇതുപോലെ ഇത് വാൻഡ വർഗത്തിൽപ്പെട്ടതാണ് കേട്ടോ. പിന്നെ വേറെയും ഒത്തിരി തരം ഓർക്കിഡുകളുണ്ട്. ഡാൻസിങ് ഗേൾ എന്നൊക്കെ പറഞ്ഞ് ഒരു പരിചരണവും ഇല്ലാത്ത നമ്മുടെ നാട്ടിൽ എന്നും പൂക്കളുണ്ടാകുന്ന ഒരു ഓർക്കിഡാണ്. അതിനും അത് നമ്മൾ നട്ട് വെക്കുന്നതാണ്. മരത്തിലൊന്നും പിടിച്ചിരിക്കണമെന്നും അല്ല. എങ്കിൽ പോലും അതിനും പരിചരണമൊന്നും അധികം ആവശ്യമില്ലാത്തതാണ്. പിന്നെ വളരെ വില കൂടിയതും ഈ അണ്ണാൻവാലിന് നല്ല വിലയുള്ളതാണ് കേട്ടോ. മാർക്കറ്റിൽ നല്ല വിലയുള്ളൊരു ഓർക്കിഡ് ആണ് ഈ അണ്ണാൻവാൽ അല്ലെങ്കിൽ മരവാഴ. ചിലർക്കൊക്കെ സംശയമാണ്, ഈ അണ്ണാൻവാൽ എന്നാണോ ഇതിൻ്റെ പേര്, മരവാഴ എന്നാണോ, ഇത് ഓർക്കിഡല്ലേ എന്ന്. പക്ഷേ ഓർക്കിഡെന്ന് പറയുന്ന ഒരു വലിയ കുടുംബമാണ്. അതിനകത്തെ ഒരു ചെടിയാണ് അല്ലെ ഒരു സസ്യമാണ് അല്ലെങ്കിൽ ഒരു പൂച്ചെടിയാണ് ഈ അണ്ണാൻവാൽ അല്ലെങ്കിൽ മരവാഴ. ഈ മരവാഴയ്ക്ക് മരത്തെ നിൽക്കുന്നു, മരത്തിൽ വാഴുന്നു. അതുകൊണ്ടാണ് ഇതിന് മരവാഴ എന്ന് പേര് കിട്ടിയത്. ഇത് മരത്തിൽ വാഴുന്നെങ്കിലും മരത്തിന് യാതൊരു ദോഷവും ചെയ്യുന്നില്ല. മരത്തിൽ ഇത് ഒന്ന് താങ്ങി നിൽക്കുന്നു അല്ലെങ്കിൽ മരത്തിലൊന്ന് ഇരിക്കുന്നു അല്ല മരം ഇതിനെ ഒന്ന് താങ്ങി നിർത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വായുവിൽ നിന്നാണത് ജലവും ആഹാരവും എല്ലാം സ്വീകരിക്കുന്നത്. ചില നന്നായിട്ട് വളരുന്നതാണെങ്കിൽ 2 തവണ, ഇപ്പോൾ ഒന്ന് പൂത്തു ആ പൂക്കളെല്ലാം പോയി കഴിയുമ്പോൾ ഒന്നും കൂടെ പൂക്കും. അങ്ങനെ നന്നായിട്ട് 2 തവണ പൂവുണ്ടാകുന്ന മരവാഴകളും ഉണ്ട്. അങ്ങനെ മരത്തിൽ വാഴുന്ന ഇതുണ്ട്. അതിൻ്റെ മുകളിൽ നിൽക്കുന്ന ഇതാണ് പിന്നെ ഈ ഓർക്കിഡാണ് ഡാൻസിങ് ഗേൾ എന്ന് ഞാൻ പറഞ്ഞത്. മഞ്ഞ പൂവുണ്ടാകുന്നു. അതിൻ്റെ പൂക്കൾ കണ്ടാൽ ഒരു പെൺകുട്ടി ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടി ഈ പൂക്കല അതുപോലെ കൊലയായിട്ടാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് അതിന് ഡാൻസിങ് ഗേൾ എന്ന് പറയുന്നത്. ഇതിന് ഫോക്സ് ടെയിൽ എന്നും പറയും. ഫോക്സ് ടെയിൽ അല്ല അണ്ണാൻമാല. ഫോക്സ് ടെയിൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വാല് കണ്ട കുറുക്കൻ്റെ വാല് പോലെയല്ല ഈ പൂവിൻ്റെ ഒരു ഷേപ്പ്. അങ്ങനെയാണ് ഇതിന് ഫോക്സ് ടെയിൽ എന്നും പേരുണ്ട്. ഇതൊരു പിന്നെ ഇത് കണ്ടോ, ഇതൊരു ഓർക്കിഡാണ്. ഇതിനും ഒരു സഹായം ആവശ്യമില്ല. ഇത് നമ്മുടെ വനത്തിൽ അല്ലെങ്കിൽ കാട്ട് ഓർക്കിഡുകളിൽപ്പെട്ട വൈൽഡ് ഓർക്കിഡിൽപ്പെട്ടതാണത്. തേക്കിലൊക്കെ ഉണ്ടായി വരും. നമ്മളതിനെ ഒന്ന് കൊണ്ടുവന്ന് നമ്മൾ ഏതെങ്കിലും നമുക്ക് കാണാൻ പാകത്തിന് നമ്മുടെ മുറ്റത്തൊരു പൂ ഉണ്ടാകുമ്പോൾ നമുക്കൊന്ന് ആസ്വദിക്കാൻ പാകത്തിന് ഇങ്ങനെയുള്ള ഈ ഓർക്കിഡുകളൊക്കെ കൂടെ നമ്മൾ ഇതാണ്. ഇത് വേറൊരു ഡാൻസിങ് ഗേൾ. വേറൊന്ന് ഇത് കണ്ടോ, ഇതാണ് വേറൊരു ഓർക്കിഡ്. ഈ ഓർക്കിഡാണേലും പൂവുണ്ടാകും, പക്ഷേ ഓരോന്നിനും ഓരോ സമയത്താണ്. ഇതൊരു ചെറിയ ഓർക്കിഡ് കണ്ടോ,
പൂ കായ്ക്കാത്തതാണിത്. പിന്നെ മരത്തേൽ നിൽക്കുന്നൊരു ഓർക്കിഡ് ഉണ്ടോ, അതിനാണേലും പരിചരണമൊന്നും ആവശ്യമില്ല, പെട്ടെന്ന് പൂ കായ്ക്കുന്നതാണ്. ഇതിപ്പോൾ ആ ഒരു തൊട്ട് കാണിക്കാൻ എനിക്ക് പറ്റില്ല. ഇതൊരു ചന്ദനമരമാണ്. ചന്ദനമരത്തിൽ വേറെ വലിയ കാര്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇതൊക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നതാണ്. ഇതൊരു മരവാഴയുടെ തൈയാണ്. ഒരു 3-4 വർഷം കൊണ്ട് ഇതേ പൂ കായ്ക്കുള്ളൂ. പക്ഷെ കായ്ച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാ വർഷവും പൂക്കളുടെ എണ്ണം കൂടി വരും. ഒരേ സമയത്താണ് കായ്ക്കുന്നത്. അതുപോലെ മാറി മാറി ഏതെങ്കിലുമൊക്കെ ഓർക്കിഡുകളിൽ പൂ എന്നും ഉണ്ടായിരിക്കും. ഈ ഓർക്കിഡിനെ പറ്റി ഞാൻ നേരത്തെ ഇത് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഈ ഓർക്കിഡാണേലും ഇതുകൊണ്ട് ഇത് പൂ ഉണ്ടായിട്ട് നിൽക്കുന്ന ഇത് കണ്ടാൽ വേരാന്ന് തോന്നുമെങ്കിൽ ഇത് പൂ പൊഴിഞ്ഞു പോയിട്ട് നിൽക്കുന്ന ഒരു വള്ളിയാണിത്. ഇപ്പം നിങ്ങളൊരു 5-6 ഓർക്കിഡ് കണ്ടില്ലേ? അതിൽ ഡാൻസിങ് ഗേൾ അല്ലാത്തതെല്ലാം വൈൽഡ് ഓർക്കിഡാണ്. അപ്പോൾ ഞാൻ ഒരു സംശയം തീർക്കാൻ വേണ്ടിയിട്ട് ഈ ഓർക്കിഡിനെ പറ്റി വീണ്ടും ഒരു വീഡിയോ കൂടെ ചെയ്തതേ ഉള്ളൂ. പിന്നെ എൻ്റെ ഓർക്കിഡ് കൂടുതൽ പൂ കായ്ച്ചപ്പോൾ കൂടുതൽ ഭംഗിയോടെ നിൽക്കുന്നത് നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.